ഗർഭിണികളായ അവർ ശ്രദ്ധിക്കേണ്ട തൈറോയിഡിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സ്ത്രീ ഗർഭം ധരിച്ചാൽ ആ ഗർഭം ആരംഭിച്ച സമയം മുതൽ തന്നെ ഗർഭസ്ഥ ശിശുവിന് തൈറോയ്ഡ് ഹോർമോണിൻ്റെ ആവശ്യകതയുണ്ട്. അതിൻ്റെ ശാരീരികമായ ബുദ്ധിപരമായ വളർച്ചയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് തൈറോയ്ഡ് ഹോർമോണുകൾ. എന്നാൽ ആദ്യത്തെ 12 ആഴ്ചക്കാലം ഗർഭസ്ഥ ശിശുവിന് സ്വയമായി തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള കഴിവില്ല. എന്നാൽ തൈറോയ്ഡ് ഹോർമോണുകളുടെ ആവശ്യകത വളരെ ഉണ്ടുതാനും. അതുകൊണ്ട് ഈ ഗർഭസ്ഥ ശിശു തൻ്റെ അമ്മ ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് ഹോർമോണുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആശ്രയിക്കുന്നു. അതുകൊണ്ട് അമ്മക്ക് ഉത്തരവാദിത്വം കൂടുതൽ വർദ്ധിക്കുകയാണ്. അമ്മയുടെ തൈറോയ്ഡ് ഗ്രന്ഥി അമ്മയുടെ ആവശ്യത്തിനും കുട്ടിയുടെ വളർച്ചയ്ക്കും വേണ്ടി രണ്ടുപേർക്കുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കേണ്ടതായി വരുന്നു. ചില ഘട്ടങ്ങളിൽ ചിലവർക്ക് ഇത്തരം ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള ശക്തി തൻ്റെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഇല്ലാതെ ആയിത്തീരുന്നു. ഈ അവസ്ഥയിൽ തീർച്ചയായിട്ടും ഗർഭിണിയായി ഇരിക്കുന്ന ഒരു സ്ത്രീ ആ ഗർഭസ്ഥ ശിശു ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്ന അവസരത്തിൽ തന്നെ തൻ്റെ തൈറോയ്ഡ് സഫിഷ്യൻ്റായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയുന്നതിനുള്ള ബ്ലഡ് ടെസ്റ്റ് സാധാരണ ഇതിൽ ചെയ്യുന്നത് T3, T4, TSH ആണ്. ഈ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ സംശയം തോന്നിയേക്കാം, തൻ്റെ തൈറോയ്ഡിന് പ്രവർത്തനമുണ്ടോ ഇല്ലയെന്ന് ഒരു ഡോക്ടർക്ക് പോലും ഉറപ്പ് പറയാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ഗർഭിണികൾ സാധാരണ ആളുകൾ ചെയ്യുന്ന T3, T4, TSH എന്ന ടെസ്റ്റല്ല ചെയ്യേണ്ടത്. FT3, FT4, TSH ഇത് നോക്കി അതിൽ ആ ഗർഭിണിയായിരിക്കുന്ന ഒരാൾക്ക് ഫ്രീ ആയിട്ടുള്ള തൈറോക്സിൻ തന്നെയാണ് അവിടെ ഉള്ളത് എന്ന് ഉറപ്പ് വരുത്തണം. ഈ T4നെ T3 ആക്കി കൺവെർട്ട് ചെയ്യുന്ന ചില എൻസൈമുകൾ ഹൈപ്പോതലാമസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുകയും അത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ നിയന്ത്രിച്ചുകൊണ്ട് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ തന്നെ ഉത്തേജിപ്പിച്ചുകൊണ്ട് തൈറോയ്ഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് TSH. ഈ ഹോർമോൺ ആവശ്യമായ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടോ എന്നുകൂടി ഉറപ്പ് വരുത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ ടെസ്റ്റാണ് FT3, FT4, TSH. എല്ലാ ഗർഭിണികളും ഗർഭം ധരിക്കുന്ന അവസരത്തിൽ തന്നെ ഇത് ചെയ്തിരിക്കേണ്ടതാണ്. ഇത് ചെയ്ത് ഉറപ്പ് വരുത്താത്ത പക്ഷം ഈ ഗർഭസ്ഥ ശിശു ചിലപ്പോൾ ഗർഭം ധരിക്കാതെ തന്നെ ഇരിക്കാം. അതല്ലെങ്കിൽ ഗർഭസ്ഥ ശിശു ഗർഭം അലസിപ്പോകുന്നതിനും മാസം തികയാതെയുള്ള പ്രസവത്തിനും കുട്ടിയുമായി ബന്ധിപ്പിക്കുന്ന കുട്ടിയുടെ മറുപിള്ള വിട്ടുപോകുന്നതിനും ചാപിള്ളയായി ജനിക്കുന്നതിനും ജനിച്ചതിന് ശേഷം കുട്ടിയുടെ മാനസികവും ശാരീരികവുമായ വളർച്ച ഇല്ലാത്ത ഒരു കുട്ടിയായിത്തീരുന്നതിനും എല്ലാം ഇടവരുത്തും എന്നുള്ളതിനാൽ ഗർഭിണികൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട, ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി തന്നെ ഡോക്ടർമാരുടെ അടുത്ത് പോയി തൻ്റെ കുട്ടിക്കും തനിക്കും ആവശ്യത്തിനുള്ള തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു.